പള പള തിളങ്ങുന്നൊരു വസ്ത്രധാരിയായി സുഭിക്ഷമായി ആനന്ദിച്ചൊരു ധനികനുണ്ടാർന്നേ. ആരുമില്ലാതവശനായൊരു പാവപ്പെട്ട രോഗിയായ ലാസറുണ്ടാർന്നേ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവന്റെ മേശയിൽ നിന്ന് വീഴും അപ്പത്തിൽ വിശപ്പടക്കാൻ കൊതിയോടവൻ കാത്തുകിടന്നു. ഇരുവരും ഒരു നാൾ മരിച്ചുപോയപ്പോ ദൈവദൂതർ ലാസറിനെ സംവഹിച്ചല്ലോ. പീഡകളുടെ നരകത്തിൽ പെട്ടുപോയ ധനവാന കാഴ്ച കണ്ട് പ്രാർത്ഥന ചൊല്ലി നാവ് തണുപ്പിക്കാൻ അയച്ചിടാമോ ലാസറിനെ എന്നരികിൽ താതാ പിതാവേ. അബ്രാഹം ധനവാനോടന്നു ചൊല്ലി സാധ്യമല്ല സാധ്യമല്ല ഇവിടെ നിന്നും അവിടേക്ക് വരുവാനായി സാധ്യമല്ല. അബ്രാഹം പിതാവേ അയച്ചിടാമോ ലാസറിനെ വീണ്ടുമെൻ പിതൃഭവനത്തിൽ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല.